ജെ പാർട്ടി നേരം വെളുക്കുന്നവരെ നടത്താൻ ഒരു കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് സമയം ഇങ്ങനത്തെ പരിപാടി നീളുമ്പോൾ വലിയ പ്രശ്നം. പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ഇനി 10 മണിക്ക് ശേഷം നടക്കുന്ന പ്രോഗ്രാം അതെല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഇതിന് മാത്രമാകാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനോടും എല്ലാവരും ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. പക്ഷേ നേരം വെളുക്കുന്നത് വരെ രാത്രി 12 മണിക്കും 1 മണിക്കും വരെ DJ പാർട്ടിയും മറ്റും നടത്താൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ, കള്ള് കുടിച്ച് കൂത്താടാൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ ഒരു 10 മിനിറ്റ് സമയം ഇത്രയും 10,000 കൂടി ഒരു തരത്ത് അല്പം വൈകിയപ്പോഴേക്ക് ഒരു നിയമപാലകൻ വന്ന് ശബ്ദം ഉണ്ടാക്കുകയാണ്. ചരിത്രത്തിലില്ലാത്ത സംഭവമാണ് ഈ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇത് പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ അടുത്ത് വിസ്റ്റത്തിൻ്റെ ഒരു പരിപാടി നടന്നല്ലോ. അവിടുത്തെ ഒരു സംഭവമാണ്. ഇതിപ്പോൾ എന്താണ് ഇതിൽ പറയുന്നതെന്നറിയാം. ഇതിൽ ആളുകൾ ഒരുപാട്, ഇപ്പോൾ മുജാഹിദ് സംഘടന എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്ലാമിക സംഘടനയാണ്. രാഷ്ട്രീയ പാർട്ടി പോലെയുള്ളൊരു സംഘടനയല്ല. അതിന് ഇസ്ലാമിക സംഘടനയ്ക്ക് ഒരു ഇസ്ലാമിൻ്റെ നിയമമുണ്ട്. അത് ഈ പ്രസംഗിച്ച സഹോദരനെ അറിയാം. അദ്ദേഹം എന്താ പറയുന്നത്? കുറച്ച് സമയം വൈകി. അത് എന്താ പ്രശ്നം? മറ്റുള്ളവരൊക്കെ ഇങ്ങനെ എത്രയോ സമയം DJ പാർട്ടി, മറ്റേ പാർട്ടി, പല പാർട്ടി എത്രയോ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് വൈകിയതിന് എന്തിനാണ് പോലീസുകാരെങ്ങനെ വന്ന് പറയുന്നത്? കേൾക്കുമ്പോൾ ഇതെന്താണെന്നറിയോ? ശരിയാണല്ലോ, കേൾക്കുമ്പോൾ ശരിയാണല്ലോ. പക്ഷേ തെറ്റാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്ലാമികപരമായി നിയമപരമായും അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. ഒരു നിയമവ്യവസ്ഥയെ പാലിക്കൽ ഇസ്ലാമിൽ നിർബന്ധമാണ്. ആ രീതിയിലുള്ള നിയമമാകുമ്പോൾ ആ രീതിയിലുള്ള രാജ്യങ്ങളിൽ അത് പാലിക്കൽ നിർബന്ധമാണ്. ഇവിടെ എന്താണ് സംഭവം? 10 മണി വരെ പാടുള്ളൂ, 10 മണിക്ക് നിർത്തൽ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ അവരങ്ങനെ ചെയ്തല്ലോ, ഇവരിങ്ങനെ ചെയ്തല്ലോ, അവിടെ അങ്ങനെ നടത്തുന്നുണ്ടല്ലോ, ഇവരിങ്ങനെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ? നമുക്ക് അതൊരിക്കലും മുജാഹിദ് സംഘടനകൾക്ക് പാടുള്ളതല്ല, ഇസ്ലാമികമല്ല, ഇസ്ലാമിൽ ഒരിക്കലും അത് അംഗീകരിക്കപ്പെട്ടതല്ല. ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിമീങ്ങളല്ലാത്ത ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹോദരൻ TK അഷ്റഫ് എന്ന് പറയുന്ന അവരുടെ സെക്രട്ടറി അത് പറഞ്ഞത് അബദ്ധമാണ്, തെറ്റാണ്, ഇസ്ലാമികമല്ല. പിന്നെ പോലീസുകാരൻ ചെയ്ത കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം അവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഇല്ലാത്തത് കൊണ്ടാണ് നിർത്തിയത്. അത് അദ്ദേഹത്തിൻ്റെ ശൈലി. അത് എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ അയാൾ പറഞ്ഞത് ഇസ്ലാമികപരമായ ഒരു ഇസ്ലാമിക സംഘടന, മുജാഹിദിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സംഘടന എന്നുള്ള രീതിയിൽ ഇസ്ലാമികപരമായി മുസ്ലിങ്ങളുടെ പ്രകാരം അത് തെറ്റാണ്. ഇനി ഇതിലല്ല, ഇവിടെ ഇപ്പോൾ വിഷയം അതല്ല. നിങ്ങൾ അറിയണം ഇവരാരാണെന്ന് അറിയണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ. ഇവിടെ ഇവർ പറഞ്ഞല്ലോ നമ്മൾ ലഹരിക്കാണ് എതിരെയാണ് ഇവിടെ പരിപാടി. ലഹരിക്കെതിരെ മാത്രം പരിപാടിയൊന്നുമല്ല ഇവിടെ. ഇവരെ നിങ്ങൾക്ക് അറിയണം. ആരാണ് ഇവർ? ഈ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നവർ ആരാണ്? എന്താണ് അവരുടെ ആദർശം? എന്താണ് അവരുടെ ആശയം? എന്തിനാണ് അവർ ഉണ്ടാക്കിയത്? ഈ സംഘടന ഉണ്ടാക്കിയത് എന്തിനാണെന്ന് അറിയാം. പിശാചിനെ ആരാധിക്കുന്ന, പിശാചിന് വേണ്ടി സംസാരിക്കുന്ന, പിശാചുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമായി ഇവരെ പറയപ്പെടാം. അങ്ങനെ അവർ ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നവരാണെന്ന് അവർ പറയപ്പെടാം ഇസ്ലാമിൻ്റെ നിയമപ്രകാരം. അങ്ങനത്തെ ഒരു വിഭാഗമാണത്. ഇത് വെറുതെ ആരോപിക്കുന്നതല്ല കേട്ടോ, ഇത് ആരോപിക്കുന്നതല്ല. അവർ പിശാചുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അവർ എന്ന വിധി അവരെ പറ്റി പറയാം. അവർ പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ അങ്ങനെ വിധി പറയാൻ പറ്റുന്ന വിശ്വാസം അവരിലുണ്ട്. കാരണം ഒരു വിശ്വാസമാണ് വിധി പറയാ, കർമ്മമല്ല. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ആരാണ് ഈ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ? ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ അതിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ. ഇവരാരാണ്? വിസ്റ്റം ആരാണ്? ഇവർ? ഇസ്ലാമിൽ ഇവർക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ഇവർക്ക് എന്ത് ഇസ്ലാമികമാണുള്ളത്? എന്താണ് ഇവരുടെ നാട്ടിലെ നന്മ? നമുക്കിവിടെ പരിചയപ്പെടാം. ഇവരാരായിരുന്നു എന്നറിയോ? ഇവര് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗമായിരുന്നു ഇവർ തെറ്റിപ്പോരാനുണ്ടായ ഒരു കേരള നദ്വത്തുൽ മുജാഹിദ് എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ഇവർ തെറ്റിപ്പോകാൻ ഒരു കാരണമുണ്ടായി. അതെന്താണ് നമ്മൾ അറിയണം. അതാണ് ഇവരൊന്ന് പരിചയപ്പെടണം. നമ്മൾ മഹാബദ്ധം, ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, അതിനടിമകളാക്കുന്നതിനേക്കാളും വലിയ മഹാപരാധത്തിലാണ് ഇവർ. പിശാചുക്കളെ ഭയപ്പെട്ടുകൊണ്ട് പിശാച് അസുഖങ്ങളും അപകടങ്ങളും വരുത്തുമെന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളാണ്. അതിനടിച്ചിറക്കുകയും അതിനുവേണ്ടി ക്ലിനിക്കുകളും മറ്റു രീതിയിലുള്ള ചികിത്സാ മുറകളൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഇവിടെ. പക്ഷേ ഇവർ കേരളത്തിൽ അത് നടത്താൻ അവർക്ക് ധൈര്യം വന്നിട്ടില്ല. ഇപ്പോഴും ഒരുപാട് സ്വകാര്യമായി അവർ നടത്തുന്നുണ്ട്. അവർ നടത്തിയ ആളുകൾ ആ വീഡിയോകളിലൊക്കെ അവരത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. ഇനി ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാണ് ഈ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണയിൽ പരിപാടി നടത്തിയ ആളുകൾ എന്നറിയോ? തികഞ്ഞ അന്ധവിശ്വാസികൾ, പിശാചിനെ ആരാധിക്കുന്നവരെന്ന് പറയപ്പെടാവുന്ന ആളുകൾ. അത്രയും. ഇവരുടെ വാദം എന്താണെന്നറിയോ നിങ്ങൾ? ഇത് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ലെറ്റർ പേഡാണ്. ഇവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി.
ഈ ഒരു തർക്കമുണ്ടായി മുജാഹിദ്. അങ്ങനെയാണ് ഇവരൊരു വിഭാഗമായി മാറുന്നത്. എന്തായിരുന്നു തർക്കമെന്നറിയോ? ഈ ജിന്ന് പിശാചുക്കളോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, സഹായം തേടിയാൽ അത് ഷിർക്കാണോ വെച്ചാൽ ഇസ്ലാമിലെ ഒരു നിയമമാണ് പറയുന്നത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ദൈവം അള്ളാഹു പൊറുക്കാത്ത ഒരു കുറ്റമാണ് എന്ന് കേരള നദീവത്തുൽ മുജാഹിദീൻ, ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇത് മറ്റുള്ള മതക്കാരുമായി ബന്ധപ്പെട്ടതല്ല. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ, അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്നറിയാം? മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് വെച്ചാൽ ജിന്നു പിശാചുക്കൾ എന്ന വർഗത്തോട് സഹായം, അതിൽ കഴിവിൽപ്പെട്ടതോ കഴിവിൽപ്പെടാത്തതോ ആയ സഹായം തേടുന്നത് ഷിർക്കും ഹറാമുമാണ്. വെച്ചാൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ കുറ്റമാണ്, അത് പാടില്ലാത്തതാണ് എന്ന് ഈ കേരള നദീവത്തുൽ മുജാഹിദ് എന്ന് പറയുന്ന ഒറിജിനൽ മുജാഹിദ് സംഘടന ഈ അവരുടെ ലെറ്റർ പേഡിൽ കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭ, മുസ്ലിം പണ്ഡിത സഭയിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു ലെറ്റർ ഇറങ്ങി. ഇത് വിസ്ഡം അംഗീകരിച്ചില്ല. അവരിതിനെതിരെ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ജിന്നു പിശാചുക്കളോടുള്ള എല്ലാ സഹായത്തേട്ടങ്ങളും ഷിർക്കല്ല. ഷിർക്കാകുന്നതുണ്ട്, എങ്കിൽ ഷിർക്കല്ലാത്തതുമുണ്ട്. അങ്ങനെ എല്ലാം ഹറാമാണ് എന്ന് വെച്ചാൽ ഇസ്ലാമെന്ന മതത്തിൽ ഒരിക്കലും ദൈവം തമ്പുരാൻ പൊറുക്കാത്ത ബഹുദൈവാരാധന ജിന്നു പിശാചുക്കളോട് തേടുന്നതിൽ എല്ലാം അങ്ങനെ ഷിർക്കാണെന്ന് പറയാൻ പറ്റൂല. ഷിർക്കാകുന്നതുണ്ട്, ആകാത്തതുണ്ട്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് എന്താണ്? ഒരു ശബ്ദം നമ്മളെവിടെയെങ്കിലും ഒരു വിജനപ്രദേശത്തോ മരുഭൂമിയിലോ ഏതെങ്കിലും ഒരു കഷ്ടപ്പാടിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അകപ്പെടുമല്ലോ. അങ്ങനെ അകപ്പെടുമ്പോൾ നമ്മുടെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു ജിന്ന് പിശാചുണ്ടെന്ന് കരുതി, ഒരു ജിന്നുണ്ടെന്ന് കരുതി, ആ ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ട സഹായം, അവരോട് സഹായം തേടണമെന്ന് അവർ പറയുന്നില്ല. ഇനിയിപ്പോൾ ഒരാളങ്ങനെ തേടിയാൽ മരിക്കാൻ പോകുമ്പോൾ പിന്നെ തേടുമല്ലോ. ഒരു പുൽക്കൊടി കിട്ടിയാൽ പോലും നമ്മളത് ഉപയോഗപ്പെടുത്തുമല്ലോ നമ്മുടെ ജീവൻ രക്ഷിക്കുമ്പോൾ. അങ്ങനെ ഒരാൾ അതിൻ്റെ കഴിവിൽപ്പെട്ടതാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകാമെന്നൊക്കെ ഊഹിച്ചുകൊണ്ട് ആ ജിന്നു പിശാചുക്കളോട് സഹായം തേടിയാൽ അത് തെറ്റല്ല, അത് ഷിർക്കാണ്. അള്ളാഹു പൊറുക്കാത്ത, ഇസ്ലാമിലെ നിയമപ്രകാരമാണ്, പൊറുക്കാത്ത പാപമാണെന്ന് പറയാൻ പറ്റൂല. അത് പൊറുക്കാത്ത പാപമല്ല. എന്നാൽ അതേ പിശാചിനോട്, ജിന്നു പിശാചുക്കളോട് അല്ലെങ്കിൽ ജിന്നുകളോട് നമ്മൾ നമ്മുടെ പാപം പുറത്തു തരണമേ, നമ്മളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഞങ്ങൾക്കൊരു കുട്ടിയെ നൽകണമേ, ഞങ്ങൾക്ക് കുട്ടികളില്ല, അതൊക്കെ പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. എങ്കിൽ നമ്മളൊരു മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് മനുഷ്യനാൽ ചെയ്യുന്ന കഴിവുകളുണ്ടല്ലോ, അതൊക്കെ പിശാചുക്കളോട്, ജിന്നുകൾ എന്ന് പറയുന്ന ജിന്നു പിശാചോട് ഉണ്ടാകാന്നുള്ള ജിന്നുകളോട് തേടിയാൽ അതെന്തല്ല, ഷിർക്കല്ല, അത് തെറ്റല്ല എന്ന് പറയുന്ന അങ്ങനെ ഇത്തറയിൽ വാർത്തെടുത്തൊരു സംഘടനയാണിത്. ഇവരുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് പിന്നെ ഇവർ ഈ അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ നമുക്ക്, അതൊക്കെ പിശാച് വരുന്നത്. ഇപ്പോൾ ഈ കോഴിമുട്ട, ഈ മാരണം കൂടോത്ര പരിപാടി ഉണ്ടല്ലോ, ഈ കൂടോത്ര പരിപാടി ചെയ്ത് പിശാചുക്കൾ ആരാധിച്ച പിശാചുക്കൾ വന്നിട്ട് അതിന് ഈ ജോത്സ്യന്, മാരണപ്പണിക്കാരന് പിശാച് എന്താണ് ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുത്ത് വേറെ ആളെ ശാരീരികമായി പിശാച് ഉപദ്രവിക്കുന്നു വിശ്വസിക്കുന്ന അനിസ്ലാമിക വിശ്വാസമുള്ള അന്ധവിശ്വാസികളാണ് ഇവർ. അതിനവർ അതിനൊക്കെ അടിച്ചിറക്കുന്ന പരിപാടി നടത്തുന്നവരാണ് ഇവർ. ഒരുപാട് ആളുകളൊക്കെ മരിച്ചിട്ടുണ്ട് വിഷയം. ഒരുപാട് ഇതൊക്കെ നടത്തിയ ആളുകൾ, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സാജിദ് തിരുവഴങ്ങാടി എന്ന് പറയുന്ന ആൾ വീഡിയോ ഒക്കെ ഇറക്കി അദ്ദേഹം പബ്ലിക്കിൽ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവരാണ് അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത്. അയാളുടെ വീഡിയോ, സാജിദ് തിരുവഴങ്ങാടി എന്നാണ് അയാളുടെ പേര്. യൂട്യൂബിലൊക്കെ അയാളെ ചാനലുണ്ട്. അയാൾ തന്നെ അതൊക്കെ വിശദീകരിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഇവരെന്ന് പറയാം. എന്നുവെച്ചാൽ ഇവർ പറയുന്നത് എന്താണ്? ഈ മാരണം കൂടോത്രമൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കും? പിശാചിനെ പൂജിച്ച് പ്രാർത്ഥിച്ച് ചെയ്താൽ പിശാച് വന്നിട്ട് ഉപദ്രവിക്കും. അതായത് ഈ സിഹിർ എന്നൊക്കെ പറയാം അറബിയിൽ. അങ്ങനെ മാരണം ചെയ്യുക, കൂടോത്രം ചെയ്യുക. അപ്പോൾ പിശാച് ശരീരത്തിൽ കയറും, ശരീരത്തിൽ ഒരുപാട് അക്രമങ്ങളും അസുഖങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനെ അടിച്ചിറക്കണം, അടിക്കാനും കുത്താനും തകരാവുന്നവനെ അടിക്കേണ്ടെന്ന് അടിച്ചിറക്കുന്നവർ അവരിലുണ്ട്. ഇപ്പോൾ കേരിയനെ എങ്ങനെയെങ്കിലും ഇറക്കി വിടണമല്ലോ. അപ്പോൾ ചിലവർ ചെറുതായിട്ട് അടിക്കുക, കുറച്ചടിക്കുക, കൂടുതൽ അടിക്കുക, എങ്ങനെ ഇറക്കണം എന്നൊക്കെ പറയുന്ന ആളുകളും വിശ്വസിക്കുന്ന ആളുകളുമാണ്. തികഞ്ഞ അന്ധവിശ്വാസികളാണ് ഈ വിഭാഗം. അതുകൊണ്ട് ഇവരെ നിങ്ങൾ ഒരിക്കലും ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആദർശത്തിൻ്റെ ആളുകളായി വരിക. ഏറ്റവും മയക്കുമരുന്നിനേക്കാളും കൂടുതൽ എന്തുണ്ട് ഇവരെടുത്ത്? ഏറ്റവും വലിയ തെറ്റ് ഈ പിശാച് അസുഖം വരുത്തി പിശാച് ബാധ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരെന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു കേന്ദ്രം നമുക്ക് തുടങ്ങണം. ഇവർ വലിയൊരു പണ്ഡിതണ്ട്, മുജാഹിദ് ബാലുശ്ശേരി, അദ്ദേഹം പറഞ്ഞ എല്ലാ പള്ളികളിലും ഈ പിശാചിനെ അടിച്ചിറക്കുന്ന ഒരു കേന്ദ്രം തുടങ്ങണം. പിശാച് ആളുകൾക്ക് അസുഖം വരുത്തുമ്പോൾ അടിച്ചിറക്കുന്ന ഒരു കേന്ദ്രം. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് അത് തിരുത്തിപ്പിച്ചു. പക്ഷെ തിരുത്തിപ്പിച്ചെങ്കിൽ അദ്ദേഹം തിരുത്തിയിട്ടുള്ളൂ, അത് അവരുടെ വിശ്വാസം തിരുത്തിയിട്ടില്ല. അത് ഞാൻ എന്തായാലും അത് കേൾപ്പിച്ചു. തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങൾ ഇതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാരത്തായ്മ ഇവിടെയാണ്, അത് പെണ്ണുങ്ങളേക്ക് രമിക്കാനാണ് എന്ന് നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ.
അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ ആളുകൾ എവിടെ എത്താന്നറിയോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മജീദ് സലാഹിന്റെ അടുത്തോ അബ്ദുറഹ്മാൻ സൽഫിന്റെ അടുത്തോ ഒരു ജിന്നബാധ എടുത്തോ ഒരുത്തനെ കൊണ്ട് എവിടെ എത്താന്നറിയോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മജീദ് സലാഹിന്റെ അടുത്തോ അബ്ദുറഹ്മാൻ സൽഫിന്റെ അടുത്തോ ഒരു ജിന്നബാധ എടുത്തോ ഒരുത്തനെ കൊണ്ടുപോയാൽ അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഒരു മടക്കിയേക്കും. നിങ്ങൾ നോക്കിക്കോ, ഒരു മടക്കിയേക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹദീസിലെ പ്രയോഗം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്ന് വെച്ചാൽ ഇത് അദ്ദേഹം തിരുത്തിയിട്ട് അദ്ദേഹത്തോണ്ട് തിരുത്തിപ്പിച്ചിട്ടുണ്ട്. ഈ ചെറിയ ചികിത്സക്ക് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു CD ഒക്കെ കൊടുത്ത് ഖുർആൻ്റെ 2 ആയത്തൊക്കെ ഓതിയിട്ട് ഇറക്കി പോകാനൊക്കെ പറഞ്ഞ ചെറിയ പരിപാടിയൊക്കെ മൂപ്പര് നടത്തിയിട്ടുണ്ട്. പക്ഷെ മൂപ്പരുടെ സംഘടന അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷേ മൂപ്പരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ ഇത് എന്ത് ചെയ്യാൻ നടത്താൻ ആളുകൾ ഏൽപ്പിക്കുകയും അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുകയും അതിനുവേണ്ടി പള്ളി വരെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്. സാജി തിരുവരങ്ങാടിക്ക് വേണ്ടിയിട്ട് അവർ അയാളതിനെ നിയമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ അതൊക്കെ പറയുന്ന വീഡിയോകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവരുടെ വിശ്വാസം ഇതാണ്. ഈ പിശാച് അസുഖം വരുത്തും, പിശാച് കയറും, ഇങ്ങനെ ഈ പിശാച് ബാധയിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. മയക്കുമരുന്നിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. കുടുംബം തന്നെ തകർന്നു പോകും, ജീവിതം തകർന്നു പോകുന്നതാണ് ഈ പിശാച് ഉപദ്രവിക്കുക. അതുപോലെ എന്തെങ്കിലും കോഴിമുട്ടയിലോ അവിടെ ഇവിടെയൊക്കെ വരച്ച് പിശാചികളെ ഏതെങ്കിലും പിശാചിൻ്റെ പേര് ഊഹിച്ചുകൊണ്ട് ഏതെങ്കിലും മന്ത്രവാദി പിശാചിനെ പിടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് പോയി ഉപദ്രവിക്കും, അങ്ങനെ ശരീരത്തിൽ അസുഖം ഉണ്ടാവും, അത് ഇറക്കണം. അങ്ങനെയാണ് ഇവർ ഗ്രൂപ്പ് തന്നെ ഉണ്ടായത്. അതിനുവേണ്ടിയാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടായത്. അതാണ് ഇവരുടെ ലക്ഷ്യം. മനസ്സിലായോ? ഈ ഗ്രൂപ്പ് ഉണ്ടാവാനും ഇങ്ങനെ ഉണ്ടാവാനുള്ള ലക്ഷ്യം തന്നെ ഇതാണ്. അപ്പോൾ ഇവരെ നമ്മൾ മനസ്സിലാക്കണം. ഇവരെ നിങ്ങൾ എന്ത് കരുതി, ഈ ഒരുപാട് കുട്ടികൾ ഇവരുടെ അടുത്ത് പോയിട്ടുണ്ട്. ഇവർ സത്യസന്ധന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ മഹാപരാധമാണ്. ഇവരെ കൂടെ പോയവർ നശിച്ചു പോകും. കാരണം അത്രയും അന്ധവിശ്വാസത്തിലുള്ളവരാണ്. ഒരുപാട് നേതാക്കൾക്ക്, പല നേതാക്കൾക്കും ഇതില്ല കേട്ടോ. പക്ഷെ അവരൊക്കെ നിസ്സഹായരാണ്. അവർക്ക് മിണ്ടാൻ പറ്റില്ല. കാരണം അല്ലാത്ത ഗ്രൂപ്പിൻ്റെ അടുത്താണ് അധികാരം മൊത്തമുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് ചെയ്യരുത്, ഇവരെ വിശ്വസിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന ഇതൊരു ഇസ്ലാമിക സംഘടന ഒന്നല്ല. ഇവർ പറയുന്നത് എന്താണെന്ന് അറിയാം, മുതുകാട് കാണിക്കുന്ന മാജിക്കൊക്കെ അല്ലേ, അതൊക്കെ പിശാചാണെന്ന്. പിശാചിൻ്റെ പരിപാടി അവർ വലിയവരുടെ പണ്ഡിതം പറയുന്നതാണ്. അത് കേൾക്കണം. അല്ല, ഈ മുതുകാടിന്റെ മാജിക്ക് 2.5 മണിക്കൂർ മാജിക്ക് ഞാൻ കണ്ടതാ. മുതുകാടിന്റെ അതിലൊന്നും ഈ മാജിക്കാർ ചെയ്യുന്ന കാര്യകാരന്റെ ബന്ധത്തിന് അതീതമായത് ഒന്നുമില്ല. അതൊക്കെ ട്രിക്കുകൾ മാത്രമേ ഉള്ളൂ. അതിപ്പോ അങ്ങനെയാണ് നമ്മളും കഴിയേണ്ടപ്പോ കാര്യം. നമുക്കിപ്പോ പഠിച്ചാൽ നമുക്കും ചെയ്യാൻ പറ്റുമല്ലോ. പഠിച്ചാൽ നമുക്കും ചെയ്യാൻ പറ്റുന്നുള്ളൂ മാജിക്ക്. പഠിക്കണമെങ്കിൽ പഠിക്കണമെങ്കിൽ അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാജിക് പഠിക്കാൻ പോണ ആൾക്കാരോട് അന്വേഷിച്ചു. മാജിക് പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ വിശ്വാസപരമായിട്ടൊന്നും ഇല്ല എന്നുള്ള ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ നമ്മളതിപ്പോ എങ്ങനെ വിശ്വാസപരമായിട്ട് ഉണ്ട് എന്നാണോ നമ്മൾ പറയുന്നത്? നമ്മള് പറഞ്ഞ മാജിക്കും സീറിന്റെ അതിനകത്ത് പെട്ട് തന്നെയാണ്. നമുക്ക് മനസ്സിലായി. സീറിന്റെ എന്ന് പറഞ്ഞാൽ ഈ പിശാചിന്റെ പ്രവർത്തനമാണെന്നാണോ? അതെ, അതില് സംഭവിക്കുന്നത്. പിശാചായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ മുതുകാടൊക്കെ കാണിക്കുന്ന മാജിക് ഉറപ്പല്ല മുതുകാടിലൊക്കെ ഉണ്ടെന്നുള്ളത് ഒക്കെ പൈശാചികമായ ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ. ഇത് ആരാന്ന് പറയും നിങ്ങൾ, ഇവരുടെ ഏറ്റവും വലിയ മതപണ്ഡിതൻ വെച്ചാൽ ഈ ഹദീസ് പണ്ഡിതൻ എന്ന് പറയും. ഇദ്ദേഹത്തെ തിരുത്തി എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഈ വിശ്വാസം എത്ര വർഷം ഇവരുടെ തലയിൽ വെച്ച് കെട്ടി നടന്നു, എത്ര ആളുകൾ പഠിപ്പിച്ചു. തിരുത്തിയ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ അത് ആരെങ്കിലും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് എന്താണ്, ഈ മുതുകാട് കാണിക്കുന്ന മാജിക്കൊക്കെ പിശാചാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ഇവര്. ഇവരാണ് നവോത്ഥാനം പറയുന്നത്. ഇവരാണ് പെരിന്തൽമണ്ണയിൽ പരിപാടി നടത്തിയിട്ട് ഏതിനെ ഈ മയക്കുമരുന്നിനെതിരെ എന്നൊക്കെ ഒരു ചെറിയ ഭാഗമുള്ളൂ. ഇവരുടെ വിശ്വാസം പഴച്ച് ഏറ്റവും അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിഭാഗമാണ് ഇവർ ഒരിക്കലും യഥാർത്ഥ മുസ്ലിമീങ്ങളായിട്ട് പോലും കൂട്ടാൻ പറ്റില്ല. പിശാചിന് വേണ്ടി വാദിക്കാൻ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. പിശാചിന് വേണ്ടി വാദിക്കാൻ ഉണ്ടാക്കിയ ഒരു സംഘടന ഇവര്. പിശാചുക്കളോട് തേടിയ ശിർക്കല്ലാത്തതിനുണ്ടെന്ന് വിശ്വസിക്കാൻ. ഇനി ഇവർ മുതുകാട് പറയുന്നത് കേട്ടോളൂ, അതാണ് രസം. മുതുകാട് പിശാചിനെ വെച്ചിട്ടാണ് ജിന്നാണ് പിശാചാണെന്ന് ചെയ്യുന്നതല്ലേ. മുതുകാട് തന്നെ പറയുന്നുണ്ട് ഈ വിഷയം എന്താണ്. പ്യുവർ സയൻസാണ്. ഫിസിക്സ്, കെമിസ്ട്രി, സൈക്കോളജി, മാത്തമാറ്റിക്സ് 4 ശാസ്ത്ര ശാഖകൾ ഉപയോഗിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു ആർട്ട്. അത്രയേ ഉള്ളൂ. കൈയടക്കം, നിരന്തരമായ പരിശീലനം, അതിലൂടെ നേടുന്ന ഒരു മികവ്, അത് മാത്രമേ ഉള്ളൂ മാജിക്കിനകത്തുള്ളത്. അല്ലാതെ വേറൊന്നും ഇല്ല. അതെവിടെയാണെങ്കിലും മരണം വരെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. മാജിക് എന്ന് പറയുന്നത് പ്യുവർ സയൻസാണ്. ഫിസിക്സ്, കെമിസ്ട്രി. കാട്ടില്ല നിങ്ങൾ, ഇവരൊക്കെയാണ് ഈ പെരിന്തൽമണ്ണ പരിപാടി നടത്തിയിട്ട്, ഇതൊക്കെ ഇവരെ വലിയ പണ്ഡിതന്മാരാണ്.
ഇവരാണ് മുജാഹിദിന്റെ പേരെന്നെ ഇവർ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. കാരണം മുജാഹിദ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തവരല്ല കേട്ടോ. ഇവർ പേര് ഉപയോഗിച്ച് ഇവർ പിരിഞ്ഞു പോയത് എന്തിനാന്ന് ഞാൻ പറഞ്ഞില്ലേ. ജിന്നുകളോട് നേടിയാൽ ശിർക്കല്ലാത്ത ഒരു ഇനം, എല്ലാം ശിർക്കാണ്. ഇസ്ലാമിലെ നിയമപ്രകാരം വലിയ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അത് എല്ലെന്ന് പറഞ്ഞ് പിശാചിന് വേണ്ടി വാദിച്ച സമൂഹമാണ്. അതിനുവേണ്ടി ഇവർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയാം, പിശാചിനോട് നമ്മൾ തേടിയാൽ അതെല്ലാം ശിർക്കല്ലെന്ന് വിശ്വസിക്കാൻ വേണ്ടി ഇവർ 3 സംവാദം വരെ നടത്തിയിട്ടുണ്ട് ഇവർ. അതാണ് ഭയങ്കര അത്ഭുതം. സംവാദങ്ങളൊക്കെ നടത്തുക. ഇപ്പം ഈ എന്തിനു വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ ഈ ജിന്നു പിശാചുക്കളോട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരോട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ സഹായം തേടിയാൽ അതൊക്കെ തെറ്റാണ്, അതൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ അത് പറ്റുമെന്ന് പറയാൻ വേണ്ടി ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ സംവാദം വരെ നടത്തിയിട്ടുണ്ട്. അതാണ് അത്ഭുതം. അതിനുവേണ്ടി 3 സംവാദം വരെ നടത്തി. 3 സംവാദം മനസ്സിലായിട്ടുണ്ടോ? അതിനു വേണ്ടിയിട്ട് അവരുടെ വാദങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. 3 സംവാദം അവർ നടത്തി. എന്തിനു വേണ്ടിയാ? ജിന്നുകളോട്, ജിന്നു പിശാചുക്കളോട് സഹായം തേടിയാൽ അത് എന്താണ്, എല്ലാം തെറ്റല്ല, ഇസ്ലാമികമായി തെറ്റല്ല, ഷിർക്കല്ല, ഷിർക്കാണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവരുടെ ആ സംവാദ വ്യവസ്ഥനെ കാണിച്ചു തരാം, നോക്കൂ. മനുഷ്യരെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ഷിർക്കായതും വസിയത്തു ഷിർക്കായവയും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. ഇപ്പൊ കേട്ടല്ലോ നിങ്ങൾ, ഇതെന്താണ് മറുവാദം എന്ന് പറയുക. KNM എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞു എല്ലാം ഷിർക്കാണ്, ഷിർക്കല്ലാത്തതില്ല എന്ന്. അപ്പൊ ഇവർ പറഞ്ഞു ഇല്ല, ജിന്നു പിശാചുക്കളോട് എല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റൂല, തെറ്റല്ലാത്ത ഷിർക്കാകാതെ അള്ളാഹു പൊറുക്കാത്ത പാപം എല്ലാം എന്നാലും പൊറുക്കുന്നതുണ്ട് പൊറുക്കാത്തതുണ്ട്. ഇതിനു വേണ്ടിയാണ് ഇവർ ഉണ്ടാക്കിയത്. അതാണ് പറഞ്ഞത്, പിശാചിന് വേണ്ടിയാണ് ഇവർ ഉണ്ടാക്കിയത്. പിശാചിന് വേണ്ടിയാണ് ഈ സംഘടന ഉണ്ടാക്കിയത്. ഈ മാരണപ്പണിയും കൂടോത്രമൊക്കെ ചെയ്താൽ പിശാചി ശരീരത്തിൽ കയറി അസുഖം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പം അതിനടിച്ചിറക്കുന്ന ആ വക പരിപാടി, ഇത് കയറി അടിച്ചിറക്കാൻ നടക്കുക, അതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന ഇങ്ങനത്തെ ഒരു സംഘടനയാണ് ഇവർ. ഇവന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഇവർ പിശാചിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, പിശാചിനെ ആരാധിക്കുന്നവരാണെന്ന്. അത് ഇസ്ലാമിലൊരു നിയമമുണ്ട്. എന്താണെന്ന് പറയാം, ഞാനത് വളരെ ആധികാരികമായി പറഞ്ഞതാ. ഇവർ പിശാചിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെന്ന് പറയുന്നത് എന്താ, അങ്ങനെ പറയുന്നവരാണ് എന്ന് ഇവരെ പറ്റി വിധി പറയാം. ഇസ്ലാമിൻ്റെ നിയമം എന്തെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യണ്ട, ഒരു കാര്യത്തിന് വിധി പറയാം. അങ്ങനെയാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം വിഗ്രഹാരാധന തെറ്റല്ലേ? വിഗ്രഹാരാധന തെറ്റാണ്. ഇപ്പോൾ ഒരാൾ വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിശ്വാസം എന്താണ്, വിഗ്രഹാരാധന തെറ്റല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വിഗ്രഹം എടുത്തോളും, അത് തെറ്റല്ല, അതിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, അവരോട് സഹായം തേടിയാൽ അതിന് തെറ്റല്ലെന്ന് വിശ്വസിച്ചാലോ, അങ്ങനെ ചെയ്യുന്നവൻ്റെ വിധിയാണ് ഇസ്ലാമിൽ. അവൻ ആ കർമ്മം ചെയ്യണ്ട. കർമ്മം ചെയ്തില്ലെങ്കിലും എന്താണ്, അത് തെറ്റല്ലെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് ഇസ്ലാമിലെ ഇന്ന ഒരു കുറ്റമായിട്ട് അതിനെ കാണുന്നില്ലെങ്കിൽ അത് ചെയ്തവൻ്റെ വിധിയാണ്. അപ്പോൾ ഇവരുടെ വിശ്വാസം എന്താ, ജിന്നു പിശാചുക്കളോട് നമ്മൾ വല്ല സഹായം തേടിയാൽ അതെല്ലാം ഷിർക്കല്ല. ഇസ്ലാമിൻ്റെ നിയമം എല്ലാം ഷിർക്കാണ്. അപ്പോൾ എല്ലാം ഷിർക്കാണെന്നുള്ളൊരു കാര്യത്തിൽ ഷിർക്കല്ലാത്തത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇവർ. അതിനുവേണ്ടി 3 സംവാദം നടത്തി ഇവർ. അതിനുവേണ്ടി ഉണ്ടാക്കിയ സംഘടന, അത് എല്ലാം ഷിർക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലെന്ന് പറഞ്ഞുകൊണ്ട് പടുത്തുയർത്തിയ സംഘടന. ഇവരെ ഫൗണ്ടേഷൻ തന്നെ ഇസ്ലാമികപരമായി അനിസ്ലാമികമാണ്. മുസ്ലിമുകളുടെ സംഘടനയെ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി? അങ്ങനെ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ പറ്റി എന്ത് പറയാം, ജിന്നു പിശാചുക്കളോട് പ്രാർത്ഥിക്കുന്നവരെന്ന് പറയാം, ജിന്നു പിശാചുക്കളെ പൂജിക്കുന്നവരെന്ന് പറയാം, ആരാധിക്കാൻ അതേ വിധിയാണ്. കാരണം ഷിർക്കായ ഒരു കാര്യം ഷിർക്കല്ലെന്ന് വിശ്വസിക്കുന്നതും ഷിർക്കാണ് ഇസ്ലാമിൽ. അത് ചെയ്യണമെന്നില്ല. ഒരാൾ വിഗ്രഹത്തെ ആരാധിച്ചിട്ടില്ല, സൂര്യനെ ആരാധിച്ചിട്ടില്ല, ചന്ദ്രനെ ആരാധിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ആരാധിക്കുന്നത്, അങ്ങനെ അവരോട് തേടുന്നത് ഇസ്ലാമികപരമായിട്ട് മതത്തുനിന്ന് പുറത്തു പോകുന്ന, ഇസ്ലാമിക വിശ്വാസപ്രകാരം പുറത്തു പോകൂല, അങ്ങനത്തെ തെറ്റല്ലെന്ന് വിശ്വസിച്ചാലോ അവൻ അത് ചെയ്യുന്നവൻ്റെ വിധിയാണ്. അതാണ് ഷിർക്കായ ഒരു കാര്യം ഷിർക്കല്ലെന്ന വിശ്വാസവും ഷിർക്കാണ്. അതാണ് ഇവരെ ജിന്നു പിശാചുക്കളോട് നേടിയ ഷിർക്കാകാത്ത സഹായത്തേട്ടമുണ്ട്. അത് പ്രാർത്ഥന ആണെങ്കിൽ ഷിർക്ക്, പ്രാർത്ഥന അല്ലാത്തത് ഷിർക്കല്ല. അപ്പോൾ പ്രാർത്ഥന അല്ലാത്ത സഹായത്തേട്ടം അവരോടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതിനാണ് 3 സംവാദം ഇവർ നടത്തിയത്. അതിനാണ് ഇവർ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഈ എല്ലാം ഷിർക്കാണെന്ന് പറഞ്ഞപ്പോൾ ലെറ്റർ പേഡ് ഇവർ KNM എഴുതിയപ്പോൾ ഇവരെല്ലാം ഷിർക്കല്ലെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു മതസംഘടനയാണിത്. അതാണ് വിസ്റ്റം. അവരാണ് പെരിന്തൽമണ്ണ പരിപാടി അടുത്തത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇവരെ കൂടെ ഒന്നും പോയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകരുത്. ഇവരെ ഇസ്ലാമിൻ്റെ കാര്യം മാത്രമല്ല, ജീവിതം തന്നെ പോകും. ഈ അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടു പോകും ഇവരുടെ കൂടെ പോയാൽ. ചെറുപ്പക്കാർ, കുട്ടികളെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. പിന്നെ അവരിൽ ഒരുപാട് നേതാക്കൾ ഇത് ഈ വിശ്വാസമൊന്നും ഇല്ലാത്തവരുണ്ട്, പക്ഷെ അവർക്ക് തുറന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം എന്താണ്, സംഘടന ഒരുപാട് ആൾ ഹൈജാക്ക് ചെയ്തു, ഒരുപാട് പ്രവർത്തകർ അതിൻ്റെ കൂടെയാണ് ഹൈജാക്ക് ചെയ്തു. ഇനി ഇത് പിരിയെന്ന് വിചാരിച്ചിട്ടാണ് ഇവരെ വലിയ വലിയ പണ്ഡിതന്മാർക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അവരത് പറയുന്നില്ല കേട്ടോ. ഈ ജിന്നു പിശാചിൻ്റെ കാര്യം പറയുന്നത് വളരെ 5-10 പണ്ഡിതന്മാർ മാത്രം, പക്ഷെ അവരാ കയ്യിലാണ് ഈ സംഘടന. രക്ഷിക്കണം നമുക്ക് വരെ. നമ്മൾ എന്തിനാ പറയുന്നത്, ഇവർ ഈ വിശ്വാസം മാറ്റട്ടെ, എന്നിട്ട് ഇവർ പ്രവർത്തിക്കട്ടെ, നല്ല
സംഘടനയാണ് ഇവർ, നല്ല സജീവ രീതിയിലുള്ള ഒരു സെറ്റപ്പുള്ള സംഘടനയാണ്. ഇവർ നന്നാവണം, അതാണ് നമ്മൾ. ഇവർ ഈ ജിന്നി പിശാചുക്കളോട് സഹായം തേടിയാൽ അതെല്ലാം ശിർക്കാണെന്ന് പറയട്ടെ, ഈ എഴുതിയത് ശരിയാണെന്ന് പറയട്ടെ, എന്നിട്ട് എന്ത് ചെയ്യട്ടെ, നമുക്ക് അസുഖം തരുന്നത് അപകടം തരുന്നതൊക്കെ ദൈവം തമ്പുരാൻ നേരെ, അതിൽ ആർക്കും പിശാചിനൊന്നും പഴിയൊന്നുമില്ല. അതിവിടെ രോഗം വന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം ചികിത്സിക്കണം, മരുന്നുണ്ട്, പ്രാർത്ഥിക്കണം. അതാണ് മരുന്നുമായി ചികിത്സിക്കണം എന്നാണ് നിമിത്തങ്ങൾ പറഞ്ഞത്. പ്രാർത്ഥിക്കുകയും ക്ഷമിക്കുകയാണെന്നാണ്, അല്ലാതെ പിശാചിനെ ഇറക്കാനും പിശാചാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇവരെ ഊഹങ്ങളാണ്. പിശാചിനെ ദൈവത്തിൽ പങ്കുചേരാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം. ഈ കുട്ടികളൊക്കെ ഇതിൽ പെട്ടുപോയിട്ട് ഈ അന്ധവിശ്വാസത്തിൽ, മയക്കുമരുന്നിനേക്കാളും വലിയ അന്ധവിശ്വാസത്തിലേക്ക് ഇവർ പെട്ടുപോകരുത്. അതുകൊണ്ട് കുട്ടികളൊക്കെ മനസ്സിലാക്കുക, ഇവരെ തെറ്റ് തിരുത്തിപ്പിക്കുക. ഇവരെന്ത് ചെയ്തട്ടെ, ഇവർ നന്നായിക്കോട്ടെ, വിസ്റ്റന്റ് ആയിക്കോട്ടെ. പക്ഷേ ഈ തെറ്റ് ജിന്നി പിശാചുക്കളോട് തേടി എല്ലാം ശിർക്കാന്ന് പറയാം. അസുഖ അപകടങ്ങളൊക്കെ നമുക്ക് ഒരു വിശ്വാസിക്ക് പുണ്യമാകുന്നു. അത് എന്താണ്, ഒരു കാര്യകാരണ ബന്ധവുമായി വരുന്നതാണ്. അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരുന്നുണ്ട്. ഏത് അസുഖത്തിനും ദൈവം തമ്പുരാൻ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ടോ അതിനൊരു മരുന്നും ഇറക്കിയിട്ടുണ്ടെന്ന് നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മരുന്നുമായി ചികിത്സിക്കുക, ക്ഷമിക്കുക. ഇസ്ലാമിൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ ചെയ്യുക. അല്ലാതെ ഇത് ഇറക്കാനും അത് പിശാചാണ് നമുക്ക് അസുഖം വരുത്തിയെന്ന് പറയാനും പഠിപ്പിക്കാനും ലോകത്തൊരാൾക്കും അത് അറിയാൻ കഴിയില്ല. പ്രവാചകൻ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഊഹവും ഈ വിശ്വാസമൊക്കെ ഇട്ട് ഏതെങ്കിലും കോഴിമുട്ടയിലോ തകടിലോ ഏതെങ്കിലും പിശാചിനെ മനസ്സിൽ ഊഹിച്ചുകൊണ്ട് എന്തെങ്കിലും എഴുതിയോ കുത്തിയോ വരക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കരിങ്കാളി കുട്ടിച്ചാത്ത മറ്റവനും മറിച്ചവനെ അവരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ച എന്ത് വരാനാണ് സഹോദരങ്ങൾ? ആർക്ക് കയറാനാണ്, എന്ത് കയറാൻ എന്ന് ആലോചിക്കുക. ഇത് വിശ്വസിക്കുന്നവരാണ് ഇവരെ. ഈ സിഹറിൽ അന്ധവിശ്വാസം ഇതിലൊക്കെ ഉള്ളത് ഇല്ലാത്തതും കൂടി കൂട്ടിക്കുഴച്ച് വിശ്വസിക്കുക. ഇവരുടെ ഇടയിലൊന്നും ഈ ചെറുപ്പക്കാർ കുട്ടികൾ പോകരുത് സഹോദരങ്ങൾ. ഇവരിതൊക്കെ തിരുത്തട്ടെ, എന്നിട്ട് നിങ്ങൾ അവരെ കൂടെ പ്രവർത്തിച്ചോളൂ, നല്ലതാണ്. ഇവരിതൊക്കെ തിരുത്തട്ടെ. അതുകൊണ്ട് ഇവരൊന്ന് പരിചയപ്പെടുത്തുക. ഇനി ഞാൻ ഈ പറഞ്ഞതല്ല, ഇവരിങ്ങനെ 3 സംവാദം നടത്തിയിട്ടില്ല. സംവാദം നടത്തിയിട്ടില്ല. 3 സംവാദം പബ്ലിക്കിൽ നടത്തി നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. ഒരു വിഭാഗം പറയുന്നത്, എതിരാളികൾ എന്താ പറയുന്നത്, മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യബോധ്യമായ ജിന്നുകളോടുള്ള എല്ലാ സഹായത്തട്ടങ്ങളും ശിർക്കാണ്. അപ്പോൾ ഇവർ പറഞ്ഞാൽ എല്ലാം ശിർക്കല്ല. അതുപോലെ പിശാചുക്കൾ അസുഖം വരുത്തും, അപകടം വരുത്തും ഇവർ വിശ്വസിക്കുന്നു. ഇനി ഒരുപാട് അന്ധവിശ്വാസം വരുന്നുണ്ട്, പറയാൻ പറ്റുന്നില്ല. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ, പെരുന്തൽമണ്ണയിൽ ചേർന്ന കുട്ടികളെ ഇവർ അന്ധമായി വിശ്വസിക്കരുത്. അവരതൊക്കെ തിരുത്തട്ടെ, എന്നിട്ട് നിങ്ങൾ അവരെ കൂടെ പോയിക്കോളൂ. ഇനി അതുകൊണ്ട് ഇവർ യഥാർത്ഥ മുസ്ലിമുകളുടെ പാർട്ടിയാണ് ഈ വിസ്റ്റെന്ന് നിങ്ങൾ വിചാരിക്കരുത്. KNM മുജാഹിദാണെന്ന് തീരും വിചാരിക്കരുത്. അതുകൊണ്ട് ഈ പറഞ്ഞതിൽ ഒരു അബദ്ധം, എന്തെങ്കിലും ആർക്കെങ്കിലും വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറുമായി ബന്ധപ്പെടാം. ഞാൻ ഏത് വിഷയത്തിൽ വേണമെങ്കിലും, ഇനി അവരുടെ ഏത് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് വേണമെങ്കിൽ ഞാനിത് ചർച്ചയ്ക്ക് തയ്യാറാണ്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധം തെറ്റുണ്ടെങ്കിൽ, അവരിങ്ങനെ സംവാദം നടത്തിയിട്ടില്ല, ഇങ്ങനെ ഒരു ഫത്വ, ഇങ്ങനെ ഒരു ഗവൺമെന്റ്, നമ്മുടെ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മുജാഹിദ് സംഘടന ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ടില്ല, ഇതിന് അവർ അനുകൂലം എതിരായിട്ടില്ല, ഇവരുണ്ടാക്കിയത് ഇന്ന കാരണത്തിനാണ്, ഇവർ മുൻ സംവാദം, ഈ വിശ്വാസം ഒന്നും അവർക്കില്ലെങ്കിൽ അവർ പറയട്ടെ, പ്രഖ്യാപിക്കട്ടെ. എൻ്റെ പേര് അബ്ദുൾ റഷീദ് എന്നാണ്, ഞാൻ കുറ്റിപ്പുറമാണ്. 88 48 92 60 67 എൻ്റെ നമ്പർ. അതുകൊണ്ട് ആർക്കും, ഏത് വിസ്റ്റം പ്രവർത്തകർ പണ്ഡിതന്മാർക്കും ഞാൻ പറഞ്ഞ അബദ്ധമാണ്, തെറ്റാണ്, അവർക്കില്ലാത്ത വിശ്വാസമാണെങ്കിൽ ഞാൻ നിരുപാധികം തിരുത്താൻ തയ്യാറാണ്. പക്ഷേ അവരുടെ പണ്ഡിതന്മാർ വന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ, അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ തയ്യാറാണ്. ഒന്നുമില്ലാത്തത് പറഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തിരുത്തിത്തരാം. അതുകൊണ്ട് ഞാൻ ഇവർ നമുക്ക് നന്നാവണമെന്നേ ഉള്ളൂ. ഈ തികഞ്ഞ ശിർക്കം വിശ്വാസമൊക്കെ എടുത്ത് മാറ്റി വിസ്റ്റം പ്രവർത്തിക്കട്ടെ, നല്ല രീതിയിൽ വിസ്റ്റം പ്രവർത്തിക്കട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. എത്ര മുജാഹിദ് സംഘടന ഇനിയും ഉണ്ടാകട്ടെ, പല പേരിലും അറിയപ്പെടട്ടെ. പക്ഷേ ഇത് ഇസ്ലാമികരമായും നമ്മുടെ ജനങ്ങൾക്കുമുള്ള അന്ധവിശ്വാസത്തിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇവരെ തിരുത്തണം എന്ന് പറയുന്നത്. വേറെ ഒന്നും വേണ്ട, ഇവർ തിരുത്തിയാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് സത്യത്തെ സത്യമായി മനസ്സിലാക്കുക. ഇവരാരും മുസ്ലിമുകളുടെ പാർട്ടിയാണെന്നോ ഇസ്ലാമിക പാർട്ടിയാണെന്നൊന്നും വിചാരിക്കരുത്, മുജാഹിദാണെന്ന് തീരും വിചാരിക്കരുത് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.